കോഴിക്കോട് നഗരത്തിലെ പ്രധാന ഭാഗങ്ങളിൽ 6 ദിവസമായി വെള്ളമില്ല. സിവിൽ സ്റ്റേഷൻ മുതൽ നടക്കാവ് വരെയുള്ള പ്രദേശങ്ങളിലാണ് വെള്ളം മുടങ്ങിയത്. മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡ് വികസനത്തിന്റെ ഭാഗമായി പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിനാണ് വെള്ളം മുടങ്ങാൻ കാരണം. സോണൽ കൃഷിയുണ്ട്. സോണൽ, ഇത് അതിവേഗം മാറ്റാൻ കഴിയുമോ? റോഡ് നിർമ്മാണമാണ്, സ്വാഭാവികമായിട്ടും 1-2 ദിവസമൊക്കെ വെള്ളം തടസ്സപ്പെടുന്നത്, ജലവിതരണം തടസ്സപ്പെടുന്നത് മനസ്സിലാക്കാം. ഇത് കൂടുതൽ സമയം എടുക്കുന്നുണ്ടോ? അനാസ്ഥയുണ്ടോ അധികാരികളുടെ ഭാഗത്തുനിന്ന്? സോണൽ കൃഷ്ണ, ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. വലിയ അനാസ്ഥയുണ്ട് എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. കാരണം ആദ്യം പറഞ്ഞിരുന്നത്, മുന്നറിയിപ്പ് നൽകിയിരുന്നത് 3 ദിവസം മാത്രമേ വെള്ളം മുടങ്ങുകയുള്ളൂ എന്നുള്ളതാണ്. ഇന്നേക്ക് 6 ദിവസം കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഏകദേശം ഈ ഒരു എരഞ്ഞിപ്പാലം പ്രദേശത്ത് മാത്രം 156-ലധികം വീടുകളുണ്ട്. അവിടെ 1000-ലധികം ആളുകളുണ്ട്. വലിയ പ്രയാസമാണ് ഇവർ അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. അമ്മേ, വലിയ പ്രയാസമാണ് അല്ലേ? വലിയ പ്രയാസം തന്നെയാണ്. 3 ദിവസം ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, 3 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 ദിവസം വേണ്ട വെള്ളം ഞങ്ങൾ ഒരു ടാങ്കേ ഉള്ളൂ, അതിൽ പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ ടാങ്കിൽ ഒഴിച്ച വെള്ളം എത്ര 3 ദിവസം നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഈ വെള്ളമൊക്കെ അങ്ങ് തീർന്നു പോകുന്നത്. പിന്നെ ഞങ്ങൾ അന്യ സ്ഥലത്ത് പോയി, ദൂര സ്ഥലത്ത് പോയി കുടിവെള്ളം കൊണ്ടുവരണമെങ്കിൽ, അപ്പോൾ ഈ കൗൺസിൽ ഞങ്ങളുടെ സലീം സാർ ഉള്ളത് കൊണ്ടാണ് കുറച്ച് വെള്ളം ഞങ്ങൾക്ക് കിട്ടി. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാൻ കഴിയുന്നില്ല. ലോറി അവിടെ വന്ന് വലിയ ടാങ്കിൽ അടിച്ചു പോകും. പിന്നെ ഞങ്ങൾ കുറേ 156 വീട്ടിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ആ ലോറി ടാങ്ക് അവർ ഒന്നിൽ നിറച്ച് അവർ പോയി. അപ്പുറമുണ്ട് ഒരു 72 വീട് അപ്പുറമുണ്ട്. ഇവിടുന്ന് കഴിഞ്ഞ് LIG ഇവിടെയുണ്ട്, LIGയിലേക്ക് എത്തിയില്ല. EWS പകുതിയാക്കിയിട്ടില്ല. അങ്ങനെ ആയിട്ടാണ് ഇവിടെ. അപ്പോൾ സുഖമില്ലാത്തവരൊക്കെ വെള്ളം പകുതി നിറച്ച് വെച്ചാൽ അവിടെ നിന്ന് എടുത്ത് ബക്കറ്റ് എടുത്ത് അപ്പുറം നിറച്ച്, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നത്. വലിയ കഷ്ടപ്പാടാണ്. വലിയ കഷ്ടപ്പാട് തന്നെയാണ്. അതുകൊണ്ട് ഇത് മുൻഗണന ആദ്യം തന്നിട്ട് പിന്നെ ഇവർ 6 ദിവസത്തേക്കൊക്കെ എടുക്കുമ്പോഴല്ലേ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാലിന് സുഖമില്ലാത്തവരൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ? എങ്ങനെയാണ് അമ്മേ? ഈര വെള്ളമല്ലേ? വെള്ളമില്ല. ഇനിയിപ്പോൾ വന്നിട്ട് കൊണ്ടുവരണോ? അതാണ് വീട്ടിലൊക്കെ പോയി എടുത്തു കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. എനിക്ക് പോകാൻ കഴിയില്ല, കാലിന് സുഖമില്ല. ഹസ്ബൻഡ് വരണം, പണി കഴിഞ്ഞില്ല. പണി കഴിഞ്ഞ് വന്നിട്ട് വേണം എടുക്കാൻ. എന്നിങ്ങനെ ഭാഗ്യത്തിനൊന്ന് വന്നിക്കുന്നത് കുറച്ച് എന്നെക്കൊണ്ടൊരു സന്തോഷമുണ്ട്. ഈ പ്രദേശത്തുള്ളവരൊക്കെ പറയുന്നത്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇങ്ങനെ കുറച്ച് വെള്ളം ലഭിക്കുന്നത്. ഈ കൗൺസിലർ ഇടപെട്ടാണ് ഇപ്പോൾ ഒരു ടാങ്കറിൽ കുറച്ച് വെള്ളം ഈ പ്രദേശത്തുള്ളവർക്ക് എത്തിച്ച് നൽകിയിട്ടുള്ളത്. പക്ഷേ ഇതൊരു താൽക്കാലികമായിട്ടുള്ള പരിഹാരം മാത്രമാണ്. ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഇവരെ സംബന്ധിച്ച് വേണം. എത്രയും പെട്ടെന്ന് ഈ പണി പൂർത്തിയാക്കി ഇവർക്ക് കുടിവെള്ളം എത്തിക്കണം എന്നുള്ളതാണ്. വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതും 3 ദിവസം പോയിട്ട് 6 ദിവസമായി. കുളിക്കാൻ ഒന്നുമില്ല, മനുഷ്യൻ്റെ അടുത്ത് പോണ്ടേ, അപ്പം മണക്കൂലേ നമ്മളെ. അത്രയും ബുദ്ധിമുട്ടാണ്. 6 ദിവസമായി. ഇപ്പോൾ പ്രാഥമിക കാര്യങ്ങൾക്കൊക്കെ വലിയ പ്രയാസം. അത് പറയണ്ട, അത് വലിയ പ്രയാസമാണ്. അതിനിപ്പോൾ എവിടെ പോകും? അത് ഇതിൽ കോളനിയിൽ കുറേ വീടുള്ള, അത് കൗൺസിലർ പൈസ കൊടുത്തിട്ടാണ് കുറച്ച് വെള്ളം തന്നെയും കൊണ്ടുവന്നത്. അയാൾ പൈസ കൊടുത്ത് കൊണ്ടുവന്നാ. ഓക്കെ സോണൽ, എന്തായാലും അതിന് അധികാരികളുടെ പ്രതികരണം തേടുക. നമുക്ക് എഞ്ചിനീയറുടെ പ്രതികരണം തേടാവുന്നതാണ്. എത്ര ദിവസത്തിനുള്ളിൽ, എത്ര സമയത്തിനുള്ളിൽ അത് ചെയ്തു കൊടുക്കാം എന്നുള്ളത് നമുക്ക് അവരെ അറിയിക്കണം. പ്രായമായ മനുഷ്യരുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നഗരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ വെള്ളമില്ല എന്നുള്ളതാണ്. ശരിയാണ്, റോഡ് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് പുരോഗതി വരുമ്പോൾ കുറച്ച് സമയത്തേക്ക് വെള്ളമൊക്കെ വിതരണം തടസ്സപ്പെടും. പക്ഷേ ഇത് ഒരു പരിധിയില്ല എല്ലാത്തിനും.